മീനൂട്ടി മീനൂട്ടി എനിക്ക് നഖം കിട്ടി. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നെടുമങ്ങാട് ഗവൺമെൻറ് UPSലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു പാർക്കിംഗ് കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല വിശാലമായിട്ടുള്ള ചെറിയൊരു ഗാർഡൻ. ഇത് നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഗാർഡൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കിക്കണം. കൂട്ടുകാരെ, ആദ്യം തന്നെ ഞങ്ങൾ പറയട്ടെ, ഇതായത് നോക്കി കുറേ മനോഹരമായിട്ടുള്ള കുറ്റിച്ചെടികളെന്ന് പറയുമ്പോൾ പൂക്കളുണ്ടോ എന്ന് ചോദിച്ചാലില്ല, എന്നാൽ ഇലകൾ വളരെ മനോഹരമാണ്. അതുപോലെ ഉള്ള കുറേ ചെടികളും, അതുകൂടാതെ പിന്നെ നിർത്തിയിരിക്കുന്ന ഇതിലൊക്കെ ചെടികളുണ്ടെങ്കിലും ചിലതിലുണ്ട് ചിലതിലില്ല. എന്നാലും നമുക്ക് ഇന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാലേ, നമ്മുടെ സ്ഥലക്കുറവുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ഇപ്പോൾ 2-3 സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ഒരു ഭയങ്കര മോഹമായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഇലച്ചെടികളോ അല്ലെങ്കിൽ നമ്മുടെ നല്ല മണി പ്ലാന്റുകളോ അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ 4 മണി 10 മണി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നല്ല പൂക്കളുള്ളതൊക്കെ നടണമെന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് തറയിൽ നടാനാണെങ്കിൽ നമുക്ക് സ്ഥലം കാണത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു സ്റ്റൈലാണ് മോഡൽ. നമ്മൾ കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിൽ കുറേയൊക്കെ ചെടി ഇല്ലെങ്കിലും നിങ്ങൾ ആ ഒരു മോഡൽ നിങ്ങൾ കൂടി കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അതെ, ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു വീഡിയോ. നമ്മളൊരു സ്കൂളിൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ സ്കൂളിൽ അവിടെ കയറുന്നതിൻ്റെ അവിടെ സ്ഥലക്കുറവായതുകൊണ്ടും അവർക്ക് പാർക്കിംഗ് സൗകര്യം വേണം എന്നുള്ളത് കൊണ്ടും അവർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഭാവിയിൽ അത് എന്തുകൊണ്ടോ അത് സൂക്ഷിക്കാതേക്കായി. എന്നാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, ഇനിയൊക്കെ റെഡി ആവുമായിരിക്കും. അതെ, പിന്നെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നോക്കി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്താൻ പറ്റുന്നതാണ്. അതായത് തറയിലൊക്കെ നിർത്താൻ പറ്റുന്നതാണ്. റൗണ്ട് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് തറ കുറവുള്ള, നമ്മൾ സ്ഥലം കുറവുള്ള ആൾക്കാർക്കായിട്ടുള്ള വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളിത് കണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ഗാർഡൻ ഇതൊക്കെ കൊണ്ട് സൈഡൊക്കെ കെട്ടി നല്ല വൃത്തി. നമ്മളിപ്പം ഒരു 3 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സൈഡ് മിക്കവാറും കെട്ടും. ചിറ്റായൊക്കെ കെട്ടിയതിന് ശേഷം പിന്നെ സ്ഥലം കാണുന്നത് ഇതുപോലെ വരതേരിയുടെ സൈഡും കെട്ടിൻ്റെ സൈഡും, അതെ മതിലും അതൊക്കെ ആയിരിക്കും. പിന്നെയൊക്കെ ഇതേപോലെയൊക്കെ ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെയൊക്കെ വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്ത് ചിത്രീകരിക്കാൻ കഴിയും അല്ലേ. പിന്നെ നമുക്ക് ഈ മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു നൊസ്റ്റാൾജിയ മരമാണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വഴിയോരത്തൊക്കെ ഈ മരം കാണുമായിരുന്നു, ഇപ്പം അധികം കാണാനില്ല. ഇപ്പം നമ്മളിതാ മീനുക്കുട്ടി നഖം വെച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ മീനുക്കുട്ടിയുടെ നഖം കാണാൻ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇത്തരം ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാന് ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മീനുക്കുട്ടിക്ക് എന്റെ കയ്യിരിക്കണ കാണുന്നത്. ഇതിന്റെ ഉമ്മക്ക് എന്തെന്ന് അറിയത്തില്ല, നമ്മളും ഇതുപോലെ നഖം വന്ന് പറഞ്ഞ് കൊണ്ടുചോണ്ടിരുന്ന സാധനമാണ് കേട്ടോ. പേരറിയുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലേ. ഇതൊക്കെ പറയുമ്പോൾ തെറ്റിയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ചെടിയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓരോന്നായിട്ട് കണ്ടത് നമ്മൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറി പോകാനുള്ള സൈഡ് കെട്ടുമ്പോഴത്തേക്ക് അത് നമ്മുടെ ചെടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ സൈഡ് കിട്ടുമല്ലോ. അത് എന്ത് ഭംഗിയുണ്ടെങ്കിൽ സ്കൂളിൻ്റെ മുമ്പ് കണ്ടോ ഒരു ആർച്ച് പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ ചെടികൾ കൊണ്ടും നമുക്കൊരു മതിലോ ആർച്ചോ എന്തും നമുക്ക് ആക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ ഈ സൈഡ് തന്നെ നമുക്കിപ്പം ഒരു മതിൽ വേണമെന്നില്ല അല്ലേ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നഖം വയ്ക്കുന്ന ജപ്പു കേട്ടോ. പിന്നെ ഇതിൻ്റെ കാ ഏതാണ് നിങ്ങൾ കാണണ്ടേ, ഇതിൻ്റെ കാ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ആ ചെടിയുടെയാണ്. ഇതാണ് കാ. ഈ എന്ന് പറഞ്ഞാൽ ഇത് വിരിഞ്ഞാണ് മറ്റേ പൂ പോലെ വരുന്നത്. ഇതിൻ്റെ ഇതളുകളാണ് കുട്ടികളൊക്കെ നഖമായിട്ടൊക്കെ എടുത്ത് കളിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.